ഫോർവേഡ് ബ്ലോക്കിൻ്റെയും അതുപോലെ തന്നെ CMP എന്ന് പറയുന്ന പാർട്ടി, അതിനും തിരുവനന്തപുരത്ത് അങ്ങനെയല്ല, ഒരു 10 അനുയായികളൊക്കെ ഉണ്ട്, പക്ഷെ ഒരു വലിയ ശക്തിയൊന്നുമല്ല. പക്ഷേ CP ജോൺ എന്ന് പറയുന്ന വ്യക്തി കേരള നിയമസഭയിൽ ഒരു അംഗമായി വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു എലീറ്റ് ക്ലാസ് തിരുവനന്തപുരത്തുണ്ട്. ആ എലീറ്റ് ക്ലാസ് CP ജോണിനെ വിലയിരുത്തുന്നത് അദ്ദേഹത്തിൻ്റെ ടെലിവിഷൻ ചാനലുകളിലെ ഡിസ്കഷനുകളിൽ പറയുന്ന ഉചിതമായ വിലയിരുത്തലുകളും വിശദീകരണങ്ങളും കേട്ടിട്ടാണ്. മാത്രമല്ല ഒരു 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 UDF തന്നെ ഒരു തിരുത്തൽ ശക്തിയാകാൻ പോലും കഴിയുന്ന ഒരു നേതാവായിട്ട് അദ്ദേഹത്തെ കാണുന്നവരുണ്ട്. ചുരുക്കം പറഞ്ഞാൽ രാഷ്ട്രീയേതരമായ വോട്ടുകൾ CP ജോണിന് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ പ്രകടമായ ഒരു എഡ്ജ്, അങ്ങനെ നിയമത്തിനെ പറ്റിയോ അല്ലെങ്കിൽ പറയാൻ കുറച്ചുകൂടെ ആലോചിക്കണം. പക്ഷേ വട്ടിയൂർക്കാവിനെ പറ്റി പോലും പറയാൻ രണ്ടാമതൊന്ന് ആലോചിക്കണം. ഇവിടെ തിരുവനന്തപുരം ഈ പറയുന്ന സെൻട്രൽ നിയോജക മണ്ഡലത്തിൽ എഡ്ജുണ്ട്. ഈ എഡ്ജ് തുടർന്നുള്ള ദിവസങ്ങളിൽ നിലനിർത്തിക്കൊണ്ടുപോകുവാൻ UDF കഴിയുമോ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.